മാഡം, ഈ നവജാത ശിശുക്കളിൽ കാണപ്പെടുന്ന ഈ തൈറോയിഡ് വിഷയത്തെ പറ്റിയിട്ട്, അതായത് ഹൈപ്പോ തൈറോയിഡിസം എന്നുള്ള രോഗാവസ്ഥയെ പറ്റിയിട്ട് മാഡം ഒന്ന് വിശദീകരിക്കാമോ? നവജാത ശിശുക്കളിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് തൈറോയ്ഡ് ഹോർമോണിന്റെ അഭാവം അഥവാ കുറവാണ്. നമ്മൾ ജനിക്കുമ്പോഴേ ഉണ്ടാകുന്ന തൈറോയ്ഡ് ഹോർമോൺ അഭാവത്തെ കൺജനൈറ്റൽ ഹൈപ്പോ തൈറോയിഡിസം എന്നാണ് പറയുന്നത്. സാധാരണഗതിയിൽ ഉണ്ടാകുന്നതിന് രണ്ട് മെയിൻ കാരണങ്ങളാണുള്ളത്. ഒന്നുകിൽ തൈറോയ്ഡ് ഗ്രന്ഥി ഉണ്ടാകാതെ വരുമ്പോഴോ, അല്ലെങ്കിൽ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ സൈസ് ചെറുതായി വരിക, ഒരു വശത്ത് മാത്രം തൈറോയ്ഡ് ഗ്രന്ഥി ഉണ്ടാകുക തുടങ്ങിയ സ്ട്രക്ചറൽ ആയിട്ടുള്ള അതിൻ്റെ സൈസിലും ഷേപ്പിലുമുള്ള വ്യത്യാസങ്ങൾ കൊണ്ടുണ്ടാവാറുണ്ട്. അതുകൂടാതെ നോർമൽ ഒരു ഗ്രന്ഥി ഉണ്ടായാൽ പോലും അതിനുള്ളിൽ തൈറോയ്ഡ് ഹോർമോണിന്റെ ഉൽപാദനത്തെ ബാധിക്കുന്ന രീതിയിൽ ഏതെങ്കിലും എൻസൈംസിന്റെ കുറവുണ്ടെങ്കിലും കൺജനൈറ്റൽ ഹൈപ്പോതൈറോയിഡിസം വരും. ഈ നവജാത ശിശുക്കൾ ഈ ഒരു അസുഖം ഉണ്ടോ എന്ന് അറിയാനായിട്ട് എന്തെങ്കിലും ടെസ്റ്റ് സംവിധാനങ്ങളുണ്ടോ? കൺജനൈറ്റൽ ഹൈപ്പോതൈറോയിഡിസത്തിൽ ഏറ്റവും ഒരു പ്രശ്നം എന്ന് പറയുന്നത് ജനിച്ച ഉടനെ കുഞ്ഞുങ്ങളിലെ രോഗലക്ഷണങ്ങളൊന്നും തന്നെ പ്രകടമാകുകയില്ല. അപ്പം അങ്ങനെയുള്ള കുഞ്ഞുങ്ങളിൽ ജനിച്ച് 3 ദിവസം 48 മുതൽ 72 മണിക്കൂർ കഴിയുമ്പോൾ കുഞ്ഞുങ്ങളുടെ രക്തത്തിൽ TSH എന്ന് പറയുന്ന സർവ്വസാധാരണമായ ഒരു പരിശോധനയിലൂടെ നമുക്ക് ഈ രോഗം വളരെ നേരത്തെ രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നതിന് മുന്നേ തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കും. അമ്മയ്ക്ക് തൈറോയ്ഡ് ഉണ്ടെന്ന് കരുതിയിട്ട് കുഞ്ഞിന് തൈറോയ്ഡ് രോഗം വരണമെന്നുണ്ടോ മാഡം? അമ്മയ്ക്ക് തൈറോയ്ഡ് രോഗം ഉണ്ടെന്ന് കരുതി കുഞ്ഞിന് വരണം നിർബന്ധമില്ല. അമ്മയ്ക്കുള്ളത് മിക്കവാറും ഓട്ടോ ഇമ്യൂൺ തൈറോയിഡൈറ്റിസ് അല്ലെങ്കിൽ ആന്റിബോഡീസ് കാരണമുള്ള ഒരു ഹൈപ്പോതൈറോയിഡിസം ആയിരിക്കാം. അമ്മ കൃത്യമായിട്ട് ഗർഭകാലത്ത് മരുന്ന് കഴിക്കുകയാണ്, അമ്മയുടെ തൈറോയ്ഡ് ഹോർമോൺ ലെവൽസ് നോർമൽ ആണെങ്കിൽ കുഞ്ഞിന് അത് കാരണം ഒരു ബുദ്ധിമുട്ടുണ്ടാകുകയില്ല. അമ്മയുടെ നോർമൽ ഹോർമോൺസിൽ നിന്ന് അഥവാ കുഞ്ഞിൻ്റെ തൈറോയ്ഡ് ഗ്രന്ഥിക്ക് പ്രശ്നമുണ്ടെങ്കിൽ പോലും ഗർഭകാലത്ത് അമ്മയുടെ ഹോർമോൺ ലെവൽസ് നോർമൽ ആണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ജനനസമയം വരെ പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല. ഈ ഉപ്പൂറ്റി പരിശോധന എന്ന് പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടെസ്റ്റിംഗ് സംവിധാനമാണോ? തീർച്ചയായിട്ടും. കൺജനൈറ്റൽ ഹൈപ്പോതൈറോയിഡിസം സ്ക്രീനിങ് എന്ന് പറയുന്നത്, അതായത് ഒരു ഡ്രോപ്പ് ബ്ലഡ് നമ്മൾ ഫിൽറ്റർ പേപ്പറിലേക്ക് എടുത്തിട്ട് അതിൽ തൈറോയ്ഡ് ഹോർമോണിന്റെ അളവ് പരിശോധിക്കുന്നതിനാണ് ഉപ്പൂറ്റി പരിശോധന എന്ന് പറയുന്നത്. ഇത് ജീവിതകാലം മുഴുവൻ ഇതിന്റെ ഒരു തൈറോയിഡിന്റെ ചികിത്സ ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടി വരുമായിരിക്കും ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക്? തൈറോയ്ഡ് ഹോർമോണിന്റെ അഭാവം വളരെ ട്രീറ്റ് ചെയ്യേണ്ടതിൽ നേരത്തെ കണ്ടുപിടിക്കേണ്ടതും ചികിത്സിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. കാരണം ബുദ്ധിമാന്ദ്യം പോലെ നമുക്ക് തിരിച്ചു പോകാൻ സാധിക്കാത്ത രീതിയിലുള്ള ബുദ്ധിമാന്ദ്യം പോലെയുള്ള വിദൂര ഭവിഷ്യത്തുകളെ തടയാൻ സാധിക്കുക ഈ രോഗം നേരത്തെ ചികിത്സിക്കുമ്പോഴാണ്. ഈ നമ്മൾ ജനിക്കുമ്പോൾ കണ്ടുപിടിക്കുന്ന തൈറോയ്ഡ് അഭാവത്തിൽ ഒരു 1/3 മാത്രമേ, 1/3 ചിലപ്പോൾ ട്രാൻസിയന്റ് അല്ലെങ്കിൽ വളരെ കുറച്ചു കാലം മാത്രമുള്ള ചെറിയ ചില വ്യതിയാനങ്ങൾ കൊണ്ടായിരിക്കാം. ബാക്കിയുള്ളവ മാത്രമേ ഉള്ളൂ സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കേണ്ട ആവശ്യം. അപ്പം ഇങ്ങനെയുള്ള കുട്ടികളിൽ സാധാരണഗതിയിൽ നമ്മൾ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുമ്പോൾ നോർമലായിട്ട് ഗ്രന്ഥി അവിടെ ഉണ്ടെങ്കിൽ 3 വയസ്സ് കഴിയുമ്പോൾ കുറച്ച് നാളത്തേക്ക് ഒരു 4 മുതൽ 6 ആഴ്ച വരെയുള്ള കാലഘട്ടത്തിൽ മരുന്ന് നിർത്തിയിട്ട് തിരിച്ച് റീവാലുവേഷൻ പുനഃപരിശോധന ചെയ്ത് ഇത് സ്ഥിരമായിട്ടുള്ളൊരു അസുഖമാണോ അതോ ഇത് മരുന്ന് നിർത്താൻ പറ്റുന്ന അവസ്ഥയാണോ എന്നുള്ളത് പരിശോധിക്കാൻ സാധിക്കും. ഈ തൈറോയിഡിന്റെ കുഴപ്പം മൂലം കുഞ്ഞുങ്ങൾക്ക് നീളം കുറവാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, അത് ശരിയാണോ? തീർച്ചയായിട്ടും. തൈറോയിഡിന്റെ അഭാവം, തൈറോയ്ഡ് ഹോർമോൺ കുട്ടികളുടെ ശാരീരിക മാനസിക വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഹോർമോണാണ്. അപ്പോൾ അതുകൊണ്ട് അഭാവം ഉണ്ടെങ്കിൽ ചികിത്സിക്കാതെ വരികയാണെങ്കിൽ അവരുടെ നീളക്കുറവ് വളരെ പ്രകടമായിട്ട് പുറത്ത് കാണിക്കും. ഈ രക്തപരിശോധന അല്ലാതെ മറ്റെന്തെങ്കിലും ടെസ്റ്റിംഗ് സംവിധാനങ്ങൾ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണോ? രക്തപരിശോധനയിൽ കൂടി തന്നെയാണ് നമ്മൾ സാധാരണ രോഗം കണ്ടുപിടിക്കാറുള്ളത്. യൂഷ്വലി തൈറോയ്ഡ് ഹോർമോണിന്റെ ഗ്രന്ഥിയിലുള്ള അഭാവം കൊണ്ടുള്ളതാണെങ്കിൽ TSHന്റെ എലിവേഷൻ അല്ലെങ്കിൽ TSH കൂടുന്നത് വഴി നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. പിന്നെ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിലുള്ള മറ്റ് പ്രോബ്ലംസ് ആണെങ്കിൽ ചിലപ്പോൾ സ്കാൻ, അതിൽ അങ്ങനെയാണ് തൈറോയ്ഡ് സെൻട്രൽ ഹൈപ്പോതൈറോയിഡിസം ആണെങ്കിൽ സ്കാനിന്റെ ആവശ്യം ചിലപ്പോൾ വേണ്ടി വന്നേക്കാം. ഒരുപാട് സന്തോഷം മാഡം ഇങ്ങനെയുള്ള ഇത്രയും വിവരങ്ങൾ പറഞ്ഞു തന്നതിന്. താങ്ക് യു.